അവർ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. നിങ്ങൾ ബദരീങ്ങളെ രക്ഷിക്കണേ, മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ എന്ന് സുന്നത്താണെന്നോ വാജിബാണെന്നോ ആരും പറയുന്ന, സുന്നികൾ പറയുന്നില്ല. സുന്നികൾ പറയുന്നത് അത് ജായിസാണെന്നാ. എന്നാൽ ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്നത് അത് ഹറാമാണ്, അത് മുശ്രിക്കാണ്, നിങ്ങളെ ആഖിറം നഷ്ടപ്പെട്ടു പോകും, മരിക്കുമ്പോൾ യഥാർത്ഥ മുസ്ലിമായി തൗഹീദിയായിട്ട് മരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഈ സമയത്താണ് ഒരു സാധാരണക്കാരൻ ചിന്തിക്കേണ്ടത്, ഒന്നും വേണ്ട, നമുക്ക് അടിസ്ഥാനപരമായ ഇസ്ലാമിൽ തൗഹീദിന്റെയും അതുപോലെ ഷിർക്കിന്റെയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഈ ഇസ്തിഗാസയാണ്. അതങ്ങോട്ട് ഉപേക്ഷിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമ്മുടെ ഈമാൻ പരിപൂർണമാകും. പക്ഷെ ഒരു സാധാരണക്കാരൻ ചിന്തിക്കേണ്ടത്, എന്തിനാ കൂട്ടരെ റിസ്ക് എടുക്കുന്നത്? സുന്നികൾ അത് സുന്നത്താണെന്ന് പറയുന്നില്ലല്ലോ, അത് കേവലം ജായിസാണെന്നാ പറയുന്നത്. അതുകൊണ്ട് എന്തിനാണ് ആ പരിപാടി? അത് നിർത്തിവെക്കുക, അത് വേണ്ട. മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ, മമ്പൂർത്തങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നുള്ള പ്രാർത്ഥന വേണ്ട. അത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അള്ളാഹ് ചോദിക്കോ നാളെ ഖിയാമത്ത് നാള്? ഇല്ല. അത് ജായിസാണ്, കേവലം ജായിസ് മാത്രം, സുന്നത്ത് പോലും അല്ല. അപ്പൊ സാധാരണക്കാർ ചെയ്യേണ്ട എന്താണ്? ആ പരിപാടിയാണ് നിർത്തിവെക്കുക. എന്നാൽ തന്നെ നമ്മുടെ ഈമാനിന്റെ ഒരളവോളം കുറേയൊക്കെ നഷ്ടപ്പെടും. പിന്നെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, അപ്പോൾ ഈ ഇസ്തിഗാസ എന്ന വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യം. ഒരിക്കൽ അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ഒരു പ്രഭാഷണം കേട്ടു. അത് ജായിസ് ആണെങ്കിലും, നിങ്ങൾ കേട്ടതാ, ഞാൻ വീണ്ടും ആവർത്തിക്കല്ല, ജായിസ് ആണെങ്കിലും അത് പുണ്യകരമാണ്, പ്രത്യേകം പ്രതിഫലമുണ്ട്. എന്താ കാരണം? ബെൻസ് കാറ് കോഴിക്കോട്ട് പോകുന്നതും KSRTC കോഴിക്കോട്ടേക്ക് പോകുന്നതും ഏതുപോലെയാണ്? ബെൻസ് കാറിലുള്ള സുഖം. അപ്പോൾ മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ബെൻസ് കാറും പോകും പോലെയാണ്, അത് ഭയങ്കരമായ കാര്യമാണ്. എന്നാൽ മറ്റത് KSRTC ആണ്. അള്ളാഹിനോട് ദ്വാരക്കാറുന്നത് അന്നും ആ എത്തിക്കോളണമെന്നില്ല, കാരണം KSRTC പഞ്ചറായി കഴിഞ്ഞാൽ ബൈക്ക് കൊടുങ്ങും, എന്നാൽ ബെൻസ് കാറോ അത് സുന്ദരമായിട്ട് പോകും. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനുഷ്യന്മാരോട് പറയുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യന്മാര്, എൻ്റെ സുഹൃത്തുക്കളെ, ചിന്തിക്കൂലേ? ഇത് ചിന്തിക്കൂലേ? ഇങ്ങനത്തെ കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുക. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതുപോലെ ഖുർആൻ ആയത്ത് പച്ചയായിട്ട്, നിങ്ങൾക്കറിയാം മാളിയക്കൽ സഖാഫി, അത് ഞാൻ ഗൾഫിൽ നിന്ന് വായിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ, കുറേ കാലത്ത് ഞാൻ ഈ ആശയങ്ങൾ മനസ്സിലുണ്ടെങ്കിലും എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇവർ പറയുന്നത് എന്ന് ശരിക്കും ശ്രദ്ധിച്ചില്ലായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഒരു മുജാഹിദ് സുഹൃത്ത്, ഒരു അബ്ദുറഹിമാൻ, മുജാഹിദ് അബ്ദുറഹിമാൻ എന്നാണ് ഞങ്ങൾ കമ്പനി ആളെ പറയല്, കാരണം അത്രമാത്രം ഇഖ്ലാസുള്ള മനുഷ്യനാണ്. അദ്ദേഹമാണ് ഈ മുജാഹിദിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈ മരത്തിനെ ശരിക്കും അമർത്താൻ സഹായിച്ചത്. എനിക്ക് കടപ്പാടുണ്ട് ആ വിഷയത്തിൽ അയാളോട്. കാരണം അയാൾ വളരെയധികം പ്രോത്സാഹനം തന്നു. അയാൾ ഈ പുസ്തകം തന്നു. ആ പുസ്തകത്തിൽ പറഞ്ഞു, ആ ഖുർആൻ ആയത്ത് വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്നുള്ള റസൂല എന്ന് തിരുത്തി പച്ചയായിട്ട് ഖുർആനിനെ തിരുത്തിയ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ ഇവിടുത്തെ ഖുറാഫികളാണ്. സുന്നികൾ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അവരെ കുറിച്ച്. കാരണം സുന്നി എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? സുന്നത്ത് അംഗീകരിക്കുന്ന ആളുകളാ. സുന്നത്ത് അംഗീകരിക്കുന്ന ആളുകളാ സുന്നികള്. കാരണം അവർക്ക് സുന്നത്തില്ല, അവർക്ക് സുന്നിയത്തില്ല. സുന്നിയത്തുള്ളവർ ഇവിടെ ആരാണ്? അവിടെ യഥാർത്ഥ ഇസ്ലാഹി പ്രസ്ഥാനം മാത്രമാണ്. നമ്മൾ ഓരോ കാര്യം എടുത്ത് പരിശോധിച്ചാൽ ഇവിടുത്തെ കുത്തിബിയത്ത്, മൗലൂദ്, ഇപ്പൊ കഴിഞ്ഞ മൗലൂദ്, റാത്തീബ്, ഞാൻ 19 കൊല്ലം പറഞ്ഞല്ലോ, 19 കൊല്ലം സമസ്തയെ പഠിപ്പിച്ചതാ. ആ സമസ്തന്റെ കിതാബില് 5ലും 6ലും അറബി മലയാളത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ മരിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന്. ആ മരിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ആ കിതാബിലൊന്നും മരണം ഹാജരായി ചെയ്യേണ്ടതും മരിച്ചാൽ വയറ്റുമ്മല് ഭാരം വെക്കേണ്ടതും എല്ലാ വിഷയം പഠിച്ചിട്ട് അവസാനം മരിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ളത്തുടി കൊണ്ട് മൂടി ആ മയ്യത്തിന്റെ ബന്ധപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അവിടെ ചുറ്റുഭാഗത്തും ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതണം എന്ന് അറബി മലയാളത്തിൽ എഴുതാതിരിക്കാൻ സമസ്തയെ പ്രേരിപ്പിച്ച വസ്തു എന്താണ്? എന്താ വസ്തുത? അതിന് കാരണം അതിന് തെളിവില്ല സുഹൃത്തുക്കളെ, തെളിവില്ല. സമസ്ത ഇവിടെ പഠിപ്പിക്കുന്നതല്ല ദീന്, സമസ്ത അതിന് തെളിവില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഒരിക്കൽ പറയാൻ നിർവാഹമില്ല. 3 കൈക്കലുണ്ട്, 7 കൈക്കലുണ്ട്, 40 കൈക്കലുണ്ട്. എന്താണ് ഈ അറബി മലയാളത്തിൽ എഴുതിയ ഈ പുസ്തകത്തിൽ അത് പഠിപ്പിക്കാത്തത്? പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതൊന്നും ദീനല്ല എന്ന് അവർക്കറിയാം, അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഷാഫി മദ്ഹബിന്റെ കിതാബ് ഒരാൾ ശരിക്കും പരിശോധിച്ചാൽ, ശരിക്കും
ബുദ്ധിയോടെയും പണയം വെക്കാതെ ഷാഫി മദ്ഹബിന്റെ കിതാബുകൾ പരിശോധിച്ചാൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനമാണ് ഇവിടെ പറയുന്നത് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. അവരല്പം കിതാബ് ഓതി ഇപ്പം വേണ്ട